ഇന്നൊരു പനി പിടിച്ച ദിവസമാണ്. അങ്ങനെ ക്ഷീണിച്ച് മടി പിടിച്ചിരിക്കുന്ന ദിവസമാണ് ടിങ്കൽ റോസയും 12 കാമുകന്മാരും വായിച്ച് നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചത്. ഞാൻ ഈ ബുക്കിൻ്റെ ബാക്ക് സ്റ്റോറി പറഞ്ഞില്ലല്ലോ. ഒരു വട്ടം TD റോഡ് വഴി പാസ് ചെയ്യുമ്പോഴാണ് ഒരു ബുക്ക് ഫെയർ അവിടെ നടക്കുന്നത് കണ്ടത്. വെറുതെ കയറി വാങ്ങണമെന്ന ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 15% ഓഫൊക്കെ തരാമെന്ന് പറഞ്ഞപ്പോൾ ഏതൊരു ബുക്ക് പ്രേമിയെ പോലെ ഞാനും വാങ്ങി. വായിക്കുമോ എന്ന് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിച്ച് വായിക്കാതെ ഞാൻ ഷെൽഫിൽ കൂട്ടി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല, പുസ്തകം കാണുമ്പോൾ ഒന്ന് മണത്ത് നോക്കാൻ തോന്നും, പേജുകളൊക്കെ ഒന്ന് മറിച്ച് നോക്കാൻ തോന്നും. അതൊക്കെ കഴിയുമ്പോഴേക്കും ആ ബുക്കും പിടിച്ച് ഞാൻ ബില്ലിങ്ങിൽ എത്തിയിട്ടുണ്ടാവും. അതാണ് സാധാരണ സംഭവിക്കാറ്. ഇത്തവണയും അത് തന്നെ സംഭവിച്ചു. അന്ന് കുറച്ചധികം രൂപയ്ക്ക് പുസ്തകങ്ങൾ വാങ്ങിയിരുന്നു. അന്ന് വാങ്ങിയ ഒരു പുസ്തകമാണിത്. മുന്നിലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ എന്നെ ഇതുവരെ ബോറടിപ്പിക്കാത്തൊരു ഓഥറാണ് GR ഇന്ദുഗോപൻ. അദ്ദേഹത്തെ പറ്റി അത്ര കേട്ടു തുടങ്ങാത്തൊരു കാലത്താണ് ആളുടെ ബുക്കുകൾ ഞാൻ വായിച്ചു തുടങ്ങുന്നത്. കോവിഡ് സമയത്ത് കയ്യിലെങ്ങനെയോ വന്നുപെട്ടൊരു ബുക്കാണ് തുടക്കം. കൊല്ലപ്പാട്ടി ദയ, അതായിരുന്നു പേര്. അതിൽ പിന്നെ ആളുടെ ബുക്കുകളൊക്കെ തിരഞ്ഞു പിടിച്ചു വായിച്ചു. ബഷീറോ, MTയോ, M മുകുന്ദനോ, ബെന്യാമീനോ ഒക്കെ പോലെ എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായി GR ഇന്ദുഗോപൻ മാറുകയായിരുന്നു. ആളുടെ പല പുസ്തകങ്ങളും സിനിമയാക്കിയിട്ടുണ്ട്. ഞാൻ അത്ര സിനിമാ പ്രേമിയല്ലാത്തതിനാൽ ആ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ആ ബുക്കുകളെല്ലാം തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട്. കൺമുന്നിൽ ഒരു സിനിമ കാണുന്ന അത്ര ഡീറ്റെയിലിംഗ് ഓരോ പുസ്തകത്തിനുമുണ്ട്. ഈ പുസ്തകത്തിൻ്റെ കുറച്ച് പേജുകൾ നിങ്ങൾക്കായി വായിക്കാം. ചടങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ടെറി പീറ്റർ പെണ്ണിനെ പരിചയപ്പെടുത്താൻ അടുത്തേക്ക് വിളിച്ചു. നെറ്റോയുടെ ഭാര്യ ക്രിസ്റ്റീന കൂടി ഓടിച്ചെന്നു. എന്നെ കൂടെ ഒന്ന് വിളിക്കാത്തതെന്താ? നെറ്റോയ്ക്ക് ദേഷ്യം വന്നു. സൗകര്യമില്ലായിരുന്നു. അവൾ കലിച്ച് അവിടെ തന്നെ നിന്നു. ടെറി പരിചയപ്പെടുത്തി. എൻ്റെ ചങ്സാണ്. പുതിയ പെണ്ണ് കൂസാതെ രണ്ടുപേർക്കും കൈ നീട്ടിയിട്ട് പറഞ്ഞു, ഗ്ലാഡ് ടു മീറ്റ് യു. അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണ് ഹാരോ നടുങ്ങിയത്. അപ്പോൾ ഇന്നത്തെ കഥ നിർത്താണ്. ഇനിയും കഥയും ജീവിതങ്ങളും പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും.